എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ സ്ഥിരമായി പാലിക്കേണ്ട ചില വാസ്തു നിയമങ്ങളെപ്പറ്റി പറയാം. ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. പൂജാമുറിയിൽ ഒരേ ദേവതകളുടെ ഒന്നിലധികം ഫോട്ടോകളോ വിഗ്രഹമോ വയ്ക്കരുത്. അതായത് ഗണപതി ഭഗവാന്റെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വിഗ്രഹം, ഒന്നിലധികം ഒരു ദേവതയുടെയും വയ്ക്കരുത്. ഞായറാഴ്ച ദിവസം തുളസിയിൽ ജലം അർപ്പിക്കരുത്. ഭവനത്തിൻ്റെ അകത്തായാലും പുറത്തായാലും ചിലന്തിവല, മാറാല എന്നിവ വരാൻ അനുവദിക്കരുത്. ഭവനത്തിൽ ചപ്പ് ചവറുകൾ ഒന്നിലധികം ദിവസം കൂട്ടിവയ്ക്കാൻ പാടില്ല. വാതിലിൻ്റെ നേരെയായി പാദരക്ഷകൾ ഊരിയിടാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനായി വാതിലിൻ്റെ സൈഡിൽ സ്ഥാനം ഉണ്ടാക്കുക. വീടിൻ്റെ മുകളിൽ, അതായത് ടെറസിൽ, പഴയ സാധനങ്ങൾ, അതായത് വിറക്, ഇരുമ്പിൻ്റെ അവശിഷ്ടങ്ങൾ, അതുപോലെ ഓട് എന്നിവയൊന്നും വയ്ക്കാൻ പാടില്ല. ചൂലിനെ വീട്ടിൽ വരുന്ന അതിഥികൾ കാണുന്ന വിധം ഒരിടത്തും വയ്ക്കരുത്. അതുപോലെ ചൂലിനെ കട്ടിനടിയിലും വയ്ക്കാൻ പാടില്ല. ചൂലിനെ ഒരിക്കലും ചവിട്ടരുത്. ചൂലിനെ ഒരിക്കലും നിർത്തിവെക്കാനും പാടില്ല. വീടിൻ്റെ ഈശാന്യ അഥവാ വടക്ക് കിഴക്ക് ദിശയിൽ ഭാരിച്ച സാധനങ്ങൾ ഒന്നും വെക്കരുത്. അലമാര, ആട്ടുകല്ല്, അതുപോലെ വാഷിംഗ് മെഷീൻ പോലെ ചുറ്റുന്ന സാധനങ്ങൾ ഒന്നും ഇവിടെ വെക്കാൻ പാടില്ല. ടോയ്ലറ്റ് അതുപോലെ ബാത്റൂം എപ്പോഴും ഈർപ്പമുള്ളതാക്കി ഇടരുത്. വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ദിശ ഒരിക്കലും ഒഴിച്ചിടാൻ പാടില്ല. കട്ടിലിന് എതിരായി, അതുപോലെ കട്ടിൽ കാണുന്നത് പോലെ കണ്ണാടി ഉണ്ടാവാൻ പാടില്ല. കിടപ്പുമുറിയിൽ ദേവീ ദേവതമാരുടെ ഫോട്ടോയോ അതുപോലെ വിഗ്രഹമോ ഉണ്ടാകാൻ പാടില്ല. വീട്ടിലെ കട്ടിൽ ഒരിക്കലും ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയത് ആയിരിക്കരുത്. തടി കൊണ്ടുണ്ടാക്കിയ കട്ടിൽ ഒരേ ജാതി തടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഉത്തമം. കിടപ്പുമുറിയിൽ ചുവന്ന നിറത്തിലുള്ള ബൾബ് കത്തിക്കരുത്. നീലയോ പച്ച നിറമോ ഉള്ള ബൾബ് കത്തിക്കാം. കീറിയ ബെഡ്ഷീറ്റ്, പാഴായി ഇരിക്കുന്ന, അതായത് കീറി പഞ്ഞി പുറത്തു വന്ന തലയിണ, അതുപോലെ ബെഡ്റൂമിൽ കീറിയ കട്ടൻ എന്നിവയൊന്നും ഉപയോഗിക്കരുത്. ആഹാരം കഴിച്ചതിന് ശേഷം ചോറുണ്ട പാത്രത്തിൽ ഒരിക്കലും കൈ കഴുകരുത്. അന്നപൂർണേശ്വരി കോപിഷ്ഠയാകുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ശുദ്ധീകരിക്കാത്ത കടലുപ്പ് വീടിനുള്ളിൽ വിതറി, എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് തൂത്തുവാരി ടോയ്ലറ്റിൽ ഫ്ലഷ് ചെയ്യുക. അതിനുശേഷം കഴുകി ഉണക്കുക. വീട്ടിലെ നെഗറ്റീവ് എനർജി നഷ്ടമാകും. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.